ഹലോ ഗൈസ്, ഞാനിന്ന് സിറ്റിയിലേക്ക് പോവാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്. എനിക്ക് സിറ്റിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ നല്ല പ്രകൃതി രമണീയമൊക്കെ ആസ്വദിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ലാൻഡ്സ്കേപ്പിന് ഒരു മാറ്റമാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ പടുകൂറ്റൻ ബിൽഡിങ്സ് ഒക്കെ തുടങ്ങും. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു യാര റിവറിൻ്റെ തീരത്തുള്ള ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കോഫി കുടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഞാൻ നടന്നു. അപ്പോഴത്തേക്കും ഒരു ബാരിസ്റ്റ കണ്ടുപിടിച്ചു. അവിടെ നിന്നൊരു കോഫിയും ഓർഡർ ചെയ്ത് അവിടുത്തെ പലഹാരപ്പെട്ടിയിൽ കുറച്ച് നേരം വായി നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. മെൽബണിലെ കോഫി അതൊരു അടിപൊളി സാധനം കേട്ടോ. യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് കോഫി കിട്ടുമെങ്കിലും പുറത്തുനിന്ന് കോഫി കുടിക്കുക എന്നുള്ളത് ഈ ഇടയ്ക്ക് തുടങ്ങിയ ഒരു ദുശീലമാണ്. യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്ന് കോഫിയും കുടിച്ച് പിന്നെ ഒരു റാപ്പും കഴിച്ചു. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ്സിന് ശേഷം നന്നായിട്ട് വിശക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ എൻ്റെ ഫ്രണ്ട് അന്നയുണ്ട് കൂടെയുള്ള. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയത് ഈ ഒരു അമേരിക്കൻ ഒരു സ്ട്രീറ്റ് ഫുഡ് ഷോപ്പിലാണ്. അവിടെ ചെന്നിട്ട് ആദ്യം ടാക്കോസ് ഓർഡർ ചെയ്തു. ഈ ഒരു ടാക്കോസ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ഹാർഡ് ഷെൽ ടാക്കോസ് ആണ് ഇഷ്ടം, പക്ഷേ ഇതും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം അന്നയുടെ സവാളായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിൻ്റെ ഒരു ക്ലാസിക് ഡയലോഗ് ഉണ്ട് ഗൈസ്. ഒരു സാധനം എടുക്കാൻ വിടുന്ന വാട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാമത് ഓർഡർ ചെയ്ത സാധനം വന്നു, ബഫലോ വിങ്സ്. അപ്പോൾ ഇത് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എടുത്ത് കഴിച്ചപ്പോഴത്തേക്കും പുളിയാണോ മധുരമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് മധുരമായിരുന്നു കൂടുതലായിട്ട് നിന്നത്. പിന്നെ അന്നയ്ക്ക് അതൊരു വേറെ അഭിപ്രായമായിരുന്നു, പുളിയാണ് അവളുടെ പ്രശ്നം. പക്ഷേ കാശ് കൊടുത്ത് മേടിച്ചല്ലേന്ന് പറഞ്ഞാൽ അന്ന അതിനെ പിച്ച് വലിച്ച് എങ്ങനെയൊക്കെയോ തിന്ന് തീർത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവളുടെ ട്രാം സ്റ്റോപ്പിലേക്കും ഞാൻ എൻ്റെ ട്രെയിൻ സ്റ്റേഷനിലേക്കും പോയി. പോകുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരാൾ സാക്സഫോൺ വെച്ചിട്ട് നല്ലൊരു അടിപൊളി പെർഫോമൻസ്. പുള്ളി ഇടയ്ക്ക് ഒരു ഓട്ടക്കണ്ടിട്ട് നോക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ എന്നെ നോക്കി കുറച്ച് നേരം വായിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ അതേ സിറ്റിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സിറ്റിയിലേക്ക് പോകുന്ന ഒരു സന്തോഷം തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവാറില്ല കേട്ടോ. കാരണം സിറ്റി ഈസ് ഫുൾ ഓഫ് ലൈഫ്, ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ കയ്യിൽ നിന്ന് കാശ് പോകുന്ന വഴി അറിയില്ല.